നമുക്ക് ഇൻബോക്സിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന എൻക്വയറിയാണ് നമ്മുടെ ബ്രൈഡൽ കസ്റ്റമൈസേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു 2 to 3 months പ്രയർ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആൻഡ് സ്മൂത്ത് ആയിട്ട് നമ്മുടെ പ്രോസസ്സ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആൻഡ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാലും ഓഫ്ലൈൻ കൺസൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും ഇനിഷ്യൽ ഡേ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രൈഡിന്റെ റിക്വയർമെന്റ്സ്, അവരുടെ പോസിബിൾ ബഡ്ജറ്റ്, ഇതൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇഫ് എനി റെഫറൻസസ് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെഫറൻസസും കൂടി നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡിന്റെ മൈൻഡിലുള്ള അറ്റയറിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രൈഡിന്റെ ഒരു ബോഡി ഷേപ്പും സ്ട്രക്ചറും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആൾക്ക് ചേരുന്ന ടൈപ്പ് ഓഫ് നെക്ക്, ദെൻ കളർ ആൻഡ് പാറ്റേൺ, ഇതെല്ലാം നമ്മൾ സജഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇനിഷ്യൽ ഡേ ഒരു ഡിസൈൻ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നെക്ക് പാറ്റേൺ ഒക്കെ ഫൈനലൈസ് ചെയ്തിട്ട് ദെൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കളർ അനാലിസിസ് ആൻഡ് കളർ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ബ്രൈഡിന്റെ മൈൻഡിൽ കുറച്ച് കളേഴ്സ് ഉണ്ടാവും, ആൾക്ക് ചേരുന്ന ടൈപ്പ് ഓഫ് കളേഴ്സ്, ആൻഡ് നമ്മൾ ഡിസൈനേഴ്സ് സജസ്റ്റ് ചെയ്യും ആൾക്ക് ചേരുന്ന കളേഴ്സ്, ടൈപ്പ് ഓഫ് കളേഴ്സ് ഇതാണെന്നുള്ളത്. രണ്ടുപേരുടെയും കൂടി ഡിസ്കഷൻ വന്നിട്ട് ഒരു 2-3 കളേഴ്സ് നമ്മൾ നമ്മുടെ ചാർട്ടിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ദെൻ ആ ഒരു 2 to 3 കളേഴ്സ് നമ്മൾ ക്ലയന്റിന് വാച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. ഏത് ഫാബ്രിക് ആണോ അവർ സെലക്ട് ചെയ്യുന്നത് അതിൽ നിന്ന്. സോ ആ കളേഴ്സിൽ നിന്നാണ് നമ്മൾ ഫൈനൽ കളർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് ഓഫ്ലൈൻ ക്ലയൻസിനാണ് മെയിൻ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഓൺലൈൻ ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സെക്കൻഡ് വിസിറ്റിലായിരിക്കും കളർ കാണിക്കുക. ആ കളർ കാണിക്കുന്നതിന്റെ കൂടെ തന്നെ കളർ കൺഫർമേഷനും, ഓൾസോ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് കളേഴ്സ് മെറ്റീരിയൽസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി ഹാൻഡ് എംബ്രോയിഡറി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഏതൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യാന്നുള്ളതും കൂടി നമ്മൾ ക്ലയന്റിന് കാണിച്ചു കൊടുക്കാറുണ്ട്. ചില ക്ലയൻസിന് ഇപ്പം ബഡ്ജറ്റും കൂടി നോക്കിയിട്ട് നമ്മൾ സ്വാച്ചസും കൂടി കാണിക്കാറുണ്ട്. ഈ ടൈപ്പ് ഓഫ് ഹാൻഡ് എംബ്രോയിഡറി വർക്ക്സ് ആണ് നമ്മൾ അതിൽ ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മൾ സ്വാച്ച് കൺഫർമേഷൻ വർക്കിന്റെ സ്വാച്ചസും കൂടി നമ്മൾ ക്ലയന്റിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതാണ് നമ്മുടെ സെക്കൻഡ് വിസിറ്റിൽ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇലുസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ദെൻ കളർ കൺഫർമേഷൻ, സ്വാച്ച് കൺഫർമേഷൻ, എവറിത്തിങ് നമ്മൾ സെക്കൻഡ് വിസിറ്റിൽ നമ്മൾ കൺഫേം ചെയ്യാറുണ്ട്. ആൻഡ് തേർഡ് ആൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് തേർഡ് വൺ എന്ന് പറയുന്നത്. നമ്മൾ വരച്ചിട്ടുള്ള ഡ്രോയിങ്സിനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്ന സ്റ്റെപ്പ്. അതിനകത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതും എഫേർട്ട് എടുക്കുന്നതും ഒക്കെ ഈ ഒരു തേർഡ് സ്റ്റെപ്പിലാണ്. സാമ്പിളിംഗ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ നേരത്തെ ചെയ്തിട്ടുള്ളത് പെൻസിൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇലുസ്ട്രേഷൻ, ഡിജിറ്റൽ ഇലുസ്ട്രേഷൻ ആയിരിക്കും. ബട്ട് ഇവിടെയാണ് നമ്മൾ ഇതിന്റെ പ്രോപ്പർ ഡ്രോയിങ്സ് സെറ്റ് ചെയ്യുന്നതും ദെൻ ചാപ്പ് ചെയ്യുന്നതും ദെൻ അതിനകത്ത് മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് വരും എന്നുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഫൈനലൈസ് ചെയ്യുന്നതും ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് സ്റ്റിച്ചിങ് പ്രോസസ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളെ ട്രയലിന് വിളിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രയൽ ഡേ ആണ്. ആഫ്റ്റർ ദാറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക, ക്ലയന്റിന് പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. താങ്ക് യു.